ഇന്നെന്തമ്മ നോമ്പറക്ക ഉണ്ടാക്കണേ? ഇന്ന് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു നെയ്പത്തളാണ്. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇന്ന് തീരെ സമയമില്ല, അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അപ്പോൾ കാണാം. ആദ്യം നമുക്കിനി കുറച്ച് വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി മക്കളെ, നമുക്ക് 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉപ്പിനെയും മാവിനെയും ഇവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് അവിടെ എവിടെയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും പാടെ മിക്സാക്കണത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഇതാ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഈ കപ്പ് കൊണ്ട് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഇതിൻ്റെ ലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൊടിയെടുത്ത കപ്പ് കൊണ്ട് തന്നെ ഒഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി വെക്കാം. ഇതിങ്ങനെ ഇരുന്നൊന്ന് കുതിർന്ന് കട്ടിയായി വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരുന്നോട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് മാവായി വന്നോളൂ കേട്ടോ. ഇനി നമുക്കൊരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ വലിയ ജീരകം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ നല്ല ജീരകം. ഇനി നമുക്കിതിലൊരു 4-5 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. വല്ലാണ്ട് അരയാൻ പാടില്ല, ഒന്ന് ചതയാനേ പാടുള്ളൂ. എന്താ മക്കളെ, ഇതേപോലെ വേണം എടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, അരഞ്ഞിട്ടില്ല, ചതഞ്ഞിട്ടേ ഉള്ളു. ഇപ്പം നമ്മുടെ മാവ് ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന തേങ്ങയില്ലേ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി എല്ലാതും പാടെ മിക്സാക്കി ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ മക്കളെ, മാവൊക്കെ കുതിർന്ന് കട്ടയായിട്ടായിരിക്കണത്. ഈ അലുവ കഷ്ണം പോലെ ആയിരിക്കും. ഇത് നല്ല പൊള്ളച്ച് പപ്പടം പോലെ പൊന്തി വരണമെങ്കിൽ നമ്മൾ കുഴക്കണ കുഴയിലാണ് നേരാവാനുള്ളത് കേട്ടോ. നല്ല കുഴച്ചെടുത്താലാണ് പപ്പടം പോലെ പൊന്തി വരുള്ളൂ. നമുക്കിത് കുഴച്ചിട്ട് കാണാം. നമ്മൾ ഈ മാവിൽ വെള്ളം ഒഴിക്കുമ്പോഴേ പല മാവിന് വെള്ളം കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. പലതരം മാവുകളല്ലേ വരുന്നത്. അപ്പം അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് പാകത്തിന് എടുത്താൽ മതി. അപ്പം കറക്റ്റാവും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു സ്വഭാവമുണ്ട്. വെള്ളം കുറഞ്ഞു പോയാൽ നമ്മളെ പത്തള് പപ്പടം പോലെ പൊന്തി വരില്ല കേട്ടോ. വെള്ളം കറക്റ്റായിരിക്കണം, കൂടാനും പാടില്ല കുറയാനും പാടില്ല. എന്താ ഈ പരുവത്തിൽ വേണം വരാൻ. നമ്മുടെ പത്തൽ പരത്തിയിട്ട് വെക്കണ്ട, അപ്പ ഇട്ട് പൊരിച്ചെടുക്കണം. അതില്ലെങ്കിൽ എന്തുണ്ടെച്ചിട്ടാ വിണ്ടു പോവും സൈഡൊക്കെ ഉണങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് പരത്തുക, എണ്ണയിലിടുക. അപ്പം നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കാം. അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ വെച്ചാണ് പരത്താൻ പോണത്. ഇതിൽ വെച്ചാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പണി കഴിയും. പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒരു ഇച്ചിരി ഓയിൽ നമുക്ക് എല്ലായിടത്തും പുരട്ടി കൊടുക്കാം. നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് മാവ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടണേൽ വിള്ളലൊന്നും പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കവർ ഇങ്ങനെ മൂടാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം.
ഇതാ ഈ ഒരു വലിപ്പം മതി നമ്മളെ പത്തലിന്. ഇനി നമുക്കിത് കവറിന്ന് എടുക്കാം. എടുത്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കട്ടിയൊക്കെ വേണം കേട്ടോ. നമ്മുടെ പത്തളിൻ്റെ വക്കൊക്കെ ഇതാ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വിള്ളലൊന്നുമില്ല വക്കിലൊന്നും, കണ്ടില്ലേ? ഇനി ഇതേ ഈ തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിനി പൊന്തി വന്നതിന് ശേഷം മീഡിയം തീ വെച്ച് കൊടുക്കണം. അതുവരെ നല്ല തീ ഇരുന്നോട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പത്തൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. മക്കളെ, ഇതിങ്ങനെ പൊന്തി വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ മാവിന് ലൂസ് കുറവാകും. അപ്പോൾ ഒരു സ്പൂണ് വെള്ളം എന്തെങ്കിലും ഒഴിച്ച് ഒന്നുകൂടി കുഴച്ച് മാവ് ഒന്നുകൂടി കട്ടി കുറച്ചെടുക്കുക. അപ്പം നമ്മുടെ പത്തൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ഞാനിതിൽ കുഴയ്ക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ ഒഴിച്ചിട്ടാണ് കുഴച്ചത്. അത് നോക്കി കുഴച്ചാൽ മതി. അപ്പം നമ്മൾ പത്തൽ ഇതാ നന്നായിട്ട് പൊന്തി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഇട്ട നെയ്പത്തൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എടുക്കാം. അങ്ങനെ മക്കളെ, നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ പലഹാരം എന്ന് പറയുന്ന നെയ്പത്തൽ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ചൂടുണ്ടേ. കണ്ടില്ലേ? എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല, പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ മക്കളെ? ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും. ഇനി ഇത് അറിയാത്ത മക്കൾക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നോമ്പ് നോറ്റ് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ എളുപ്പം ഉണ്ടാക്കണ ഒരു നെയ്പത്തലാണ് ഇത്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.